ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. കേരള ജനതയുടെ ശക്തി എന്താണ് എന്നത്. ഈ വരുന്ന ഏപ്രിൽ 9 കേരളത്തിലെ അസംബ്ലി ഇലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണം. എന്തെന്നാൽ ഇത് വെറും തിരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇത് ജനങ്ങളുടെ കയ്യിലുള്ള അധികാരത്തെ വിലയിരുത്തുന്ന ഒന്നാണ്. ജനാധിപത്യത്തെ ഒരു ഫ്രാഞ്ചൈസി പോലെ കൊണ്ട് നടക്കുന്നവർക്കാണോ അധികാരം കൊടുക്കേണ്ടത്, അതോ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കോ? കോൺഗ്രസ് പോലത്തെ വലതുപക്ഷ പാർട്ടികളിൽ ഒരു നേതാവ് എങ്ങനെ ഉയരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജനങ്ങളുടെ പിന്തുണ കൊണ്ടല്ല, പണം കൊണ്ട്. താഴെയുള്ളവർ പണം കൊടുക്കും, മുകളിലുള്ളവർ തിരഞ്ഞെടുക്കും. അവരും മുകളിലെത്താൻ പണം കൊടുത്തവരാണ്. ഫ്രാഞ്ചൈസ് ബിസിനസ് പോലെ ഒരു ഷോപ്പ് തുറക്കാൻ പണം കൊടുക്കുന്ന പോലെ ഇൻവെസ്റ്റ് ചെയ്യും, പിന്നീട് അത് തിരിച്ചു നേടും. വേദനിക്കുന്ന ജനങ്ങളുടെ പേര് പറഞ്ഞ് പണം പിരിക്കുന്നു, വാഗ്ദാനങ്ങൾ നൽകുന്നു, അവസാനം വെറും വാഗ്ദാനങ്ങൾ മാത്രം ബാക്കി. ആ വാഗ്ദാനങ്ങളോ ജനങ്ങളുടെ പണം പ്രൈവറ്റ് കമ്പനികളിലേക്ക് കൊടുക്കാനുള്ള ചാനൽ. ഇതും ആ ഫ്രാഞ്ചൈസ് ബിസിനസിന്റെ ഭാഗമാണ്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഹെൽത്ത് ഇൻഷുറൻസ് എന്ന പേരിലുള്ള ഈ വാഗ്ദാനം ശരിക്കും എന്താണ്? ജനങ്ങളുടെ പണം പ്രൈവറ്റ് കമ്പനികളിലേക്ക് കൊടുക്കാനുള്ള ഒരു ഏർപ്പാട്. സർക്കാർ ആശുപത്രികളെ ദുർബലമാക്കി സ്വകാര്യ ആശുപത്രികളിലേക്ക് പണം തള്ളാനുള്ള ഏർപ്പാട്. അത് എന്തിനാണെന്നല്ലേ? അവിടെ നിന്നാണ് ഇവർക്കും പണം വരുന്നത്. ഫ്രീ ബസ് പാസ് ഓഫർ ചെയ്യുന്നത് എന്തിനാണ് എന്നറിയോ? KSRTC പോലുള്ള പൊതുഗതാഗതത്തെ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കാനുള്ള ആസൂത്രണത്തിന്റെ ഭാഗമാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ദുർബലമാക്കിയാലേ പ്രൈവറ്റ് കമ്പനികൾക്ക് ലാഭമുണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങാൻ കഴിയും. ഇതെന്തിനാണെന്നല്ലേ? അവിടെ നിന്നാണ് ഇവർക്കും പണം വരുന്നത്. ഇവർക്ക് സർക്കാർ കോളേജുകൾ വേണ്ട, പകരം പ്രൈവറ്റ് കോളേജിൽ പഠിക്കാൻ ഗ്രാന്റ് കൊടുത്താൽ മതി. അപ്പോഴല്ലേ പ്രൈവറ്റ് കോളേജുകൾക്ക് അവർക്ക് തോന്നിയ പോലെ കോളേജ് ഫീസ് കൂട്ടാൻ കഴിയും. കോവിഡ് പോലത്തെ മഹാമാരി വരുമ്പോൾ ജനങ്ങൾ പുറത്തിറങ്ങാൻ വരെ കഴിയാതെ ബുദ്ധിമുട്ടുമ്പോൾ കിറ്റ് കൊടുക്കേണ്ട, ഫുഡ് സ്റ്റാമ്പ് കൊടുത്താൽ മതിയെന്ന് 2021 ഇലക്ഷനിലെ സമയത്ത് കോൺഗ്രസുകാർ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് എന്തിനാണ് എന്നാണ് വിചാരം? ഇതും പബ്ലിക് സെക്ടറിനെ നശിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. ഫുഡ് സ്റ്റാമ്പ് പ്രൈവറ്റ് കമ്പനികൾക്കുള്ള വരുമാനമാണ്. അവർക്ക് തോന്നിയ പോലെ വില കൂട്ടാൻ കഴിയും. ജനങ്ങൾ കഷ്ടപ്പെടും. This is how large donors influence political decisions and how right-wing parties like Congress end up implementing those interests. കോൺഗ്രസിന് ജനങ്ങളല്ല പ്രധാനം എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ജനാധിപത്യത്തിൽ ഗവൺമെന്റ് നമ്മളുടെ ആവശ്യങ്ങൾ നടത്താൻ നമ്മൾ നിയമിക്കുന്ന ഒന്നാണ്, അല്ലാതെ നമ്മൾ കുറെ പേർക്ക് ഫ്രാഞ്ചൈസി ബിസിനസ് നടത്താൻ ഒരു ഉപാധി ഉണ്ടാക്കി കൊടുക്കുന്ന ഏർപ്പാടല്ല. വേറെ കാര്യം, കോൺഗ്രസ് ഇങ്ങനെ ചെയ്തത് ജനങ്ങൾ ബലഹീനരാണ് എന്ന് വിചാരിച്ചല്ല, ജനങ്ങൾ ശക്തരാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ്. ആ ശക്തി ഇല്ലാതാക്കിയാലേ ഇവരുടെ പൊളിറ്റിക്കൽ ഫ്രാഞ്ചൈസി ബിസിനസ് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ടാണ് ജനങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ വാതിലുകൾ അടയ്ക്കാനുള്ള ഇങ്ങനത്തെയൊക്കെ പ്ലാനുകൾ ഇവർ കൊണ്ടുവരുന്നത്. ആരെങ്കിലുമൊക്കെ നമ്മുടെ സ്വന്തം വീട് ഏറ്റെടുത്ത് അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ല എന്ന് അവകാശപ്പെടുന്നത് പോലെയാണ് കോൺഗ്രസിന്റെ ഈ ഫ്രാഞ്ചൈസി ബിസിനസ്. നിങ്ങൾക്കത് സമ്മതിക്കേണ്ട ആവശ്യമുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് ജനങ്ങളുടെ അധികാരം സംരക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കൂടിയാണ്. അധികാരം ജനങ്ങളുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ മറ്റാരുണ്ട്? LDF അല്ലാതെ. ഇടതുപക്ഷം തുടരണം.